നമസ്കാരം ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ CAT 2025 രജിസ്റ്റർ ചെയ്യുന്ന കേരള സ്റ്റേറ്റ് ബോർഡിൽ 10th 12th ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 12th നമ്മുടെ കേരള സ്റ്റേറ്റ് ബോർഡിൽ 11th 12th മാർക്ക് അഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ മാർക്ക് ഷീറ്റിൽ ഉണ്ടാകുന്നത്. അപ്പം ഏതാണ് ഈ പറയുന്ന നമ്മളെ ആപ്ലിക്കേഷനിൽ കൊടുക്കേണ്ടത്? അതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആണ്. ഡോക്യുമെന്റിൽ എന്തുണ്ടോ അത് കൊടുക്കുക. ഡോക്യുമെന്റിൽ അഗ്രിഗേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഫുൾ ഇത് കൊടുക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് ഇപ്പൊ അഗ്രിഗേറ്റ് മാർക്ക് വളരെ കുറവാണ്, പക്ഷെ +2 വളരെ നല്ല മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി കൊടുക്കുക. അതായത് നിങ്ങൾക്ക് 12th മാത്രം കൊടുത്തിട്ട് അവിടെ പോയി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ പോയി ചലഞ്ച് ചെയ്യാം. അതായത് 12th മാത്രമാണ് നമ്മളുടെ ആപ്ലിക്കേഷനിൽ ചോദിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ 12th മാത്രം സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താണെന്നൊക്കെ പറഞ്ഞ് ചലഞ്ച് ചെയ്യാം. ഇഫ് യു വോണ്ട് ടു ടേക്ക് ദാറ്റ് റിസ്ക്, ഡു ടേക്ക്. ബട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ഏറ്റവും റിസ്ക് കുറവുള്ള കാര്യം എന്ന് പറയുന്നത് ഡോക്യുമെന്റിൽ എന്തുണ്ടോ നമ്മളുടെ ഈ പറയുന്ന കടലാസിലുള്ളത് അതുപോലെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം 2 സ്റ്റേജസിലാണ് ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവുക. ഒന്ന്, നിങ്ങൾക്ക് ഇപ്പം ഉദാഹരണത്തിന് ഒരു IIM ഇൻഡോറിന്റെ ഇന്റർവ്യൂ കോൾ കിട്ടി. മിക്കവാറും ഇപ്പൊ ബാംഗ്ലൂർ അല്ലെങ്കിൽ ചെന്നൈയിലൊക്കെ പോയിട്ടായിരിക്കും നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു ഹോട്ടലിൽ പോകുന്ന സമയത്ത് നമ്മളവിടെ പുറത്ത് 2-3 ഫാക്കൽറ്റീസും അഡ്മിൻ ടീമും ഒക്കെ ഇരുന്നിട്ട് ഓരോരുത്തരുടെ ഡോക്യുമെന്റ് ആയിട്ട് വെരിഫൈ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഡോക്യുമെന്റ് ഇല്ലാത്തൊരു സാധനം നിങ്ങൾ ആ ഷീറ്റിൽ കൊടുത്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ അധികമൊന്നും സംഭവിക്കില്ല. നിങ്ങളെ ഇന്റർവ്യൂവിനെയൊക്കെ അവർ വിടും, പക്ഷെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അവർ. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ തന്നെ നമ്മളൊരു ഇന്റർവ്യൂ പ്രോസസ്സിന് പോവാണ്. അപ്പം ഇന്റർവ്യൂ പ്രോസസ്സിന് പോകുമ്പോൾ ഓൾറെഡി നമ്മൾ കുറെ ടെൻഷനിലായിരിക്കും ഉള്ളത്. ബാംഗ്ലൂർ പോകുന്നു, ഇതിനു വേണ്ടി കോട്ടും സ്യൂട്ടും ഒക്കെ ഇതുവരെ ഇടാത്ത നമ്മളൊരു കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ടിട്ട് ഒരു ഹോട്ടലിൽ പോകുന്നു. അവിടെ പോകുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ആൾക്കാരുണ്ട്, ബാംഗ്ലൂരുള്ള കുറെ ക്രൗഡ്, ഇവരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് IIM ഒരു പ്രൊഫസർ നിങ്ങളടുത്ത് ചോദിക്കുകയാണ് ഇതെന്നാ ഇങ്ങനെ കൊടുത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടാനും നിങ്ങളുടെ ഇന്റർവ്യൂവിനെ അത് അഫക്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. സോ മാക്സിമം ക്ലിയർ ആയിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക, അഗ്രിഗേറ്റ് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി 10th മാർക്ക് ഷീറ്റിന്റെ കേസിൽ സ്ഥിരം എല്ലാ വർഷവും കുറെ പേര് ഈ പറയുന്ന എക്സാം രജിസ്ട്രേഷന്റെ ഡെഡ് ലൈനിന്റെ തലേന്ന് വന്നിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു, അതിനകത്ത് നമുക്ക്, കാരണം ഇപ്പൊ 10th കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് മാർക്ക് നേരിട്ട് തരുന്നില്ല, അവർ നമുക്ക് തരുന്നത് ഗ്രേഡ് ആണ്. എന്നിട്ട് ആ ഗ്രേഡ് എന്ന് പറയുന്നത് എത്ര റേഞ്ച് ആണെന്നും അടിയിൽ തന്നിട്ടുണ്ട്. അതായത് A+ എന്ന് പറഞ്ഞാൽ 90% to 100%, അല്ലെങ്കിൽ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80% to 90%, അങ്ങനെ ഒരു റേഞ്ച് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് IIMന്റെ സെലക്ഷൻ അല്ലെങ്കിൽ B സ്കൂളിന്റെ സെലക്ഷൻ, അല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു IIM ഇൻഡോറിലേക്ക് 55% വെയിറ്റേജ്. ഏത് നമ്മുടെ ഫസ്റ്റ് ഇന്റർവ്യൂ കോൾ കിട്ടാൻ വേണ്ടി 55% മറ്റോ ആയിരുന്നു കഴിഞ്ഞ വർഷം 10th 12th അഗ്രിഗേറ്റ് വെയിറ്റേജ്. അതായത് 10th 12th നിങ്ങളുടെ പെർസെൻറ്റേജ് ഒരു 89 എന്നുള്ളത് 91 തെറ്റിച്ചു കൊടുത്താൽ ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് വേറൊരു വിദ്യാർത്ഥിക്ക് അവരുടെ അവസരം നിഷേധിക്കപ്പെടുകയും നിങ്ങൾക്ക് നിങ്ങളുടെ അവസരം കിട്ടുകയും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് നാളെ അവർ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആവുകയും ചെയ്യും. കഴിഞ്ഞ വർഷം ഞാനിപ്പോൾ അലുമിനിയൻസായിട്ട് സംസാരിക്കാൻ മനസ്സിലാവുന്ന ഒരുപാട് കോളേജുകൾ ഇതുപോലത്തെ ആക്ഷൻസ് എടുത്തിട്ടുണ്ട്, അഡ്മിഷൻസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതത്ര ചെറുതായിട്ട് നിങ്ങൾ കാണരുത്. എസ്പെഷ്യലി 10th 12th ഗ്രാജുവേഷൻ സ്കോർ, വർക്ക് എക്സ്പീരിയൻസ്, ഇതൊക്കെ അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. കാരണം ഇതൊക്കെ ഒരു കോളേജിന്റെ അഡ്മിഷന്റെ കാൽക്കുലേഷനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? കോളേജ് ഈ പറയുന്ന നിങ്ങളിപ്പോൾ എന്ത് ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ കോളേജ് അഡ്മിഷന്റെ സമയത്ത് നിങ്ങളെ ഇട്ട പെർസെൻറ്റേജ് കറക്റ്റ് ഡോക്യുമെന്റ് കടലാസിൽ കാണിച്ചു കൊടുക്കണം. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് പരീക്ഷാ ഭവനിൽ പോയി എടുക്കണം. പരീക്ഷാ ഭവനിൽ പോകാൻ ഇപ്പൊ CATന്റെ ഇപ്പം 2 രീതിയിൽ എടുക്കാം. ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ SSLC ഈ പറയുന്ന ഗ്രേഡ് ഷീറ്റും പിന്നെ ഒരു 200 രൂപയുടെ DDയും ഒരു അപേക്ഷാ ലെറ്ററും കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷാ ഭവന് തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1 or 2 hours കിട്ടും. യു ക്യാൻ യൂസ് ദി കമ്മ്യൂണിറ്റി. ഓപ്പൺ ആയിട്ട് ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ആരൊക്കെ പരീക്ഷാ ഭവനിൽ പോകുന്നുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ഒരുമിച്ച് ഈ പറഞ്ഞ സാധനം എടുത്തിട്ട് തിരിച്ചു വരാം. ഇനി അതല്ല, തപാൽ വഴിയും നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റൽ ത്രൂ ചെയ്യാം. പോസ്റ്റൽ ത്രൂ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല നമ്മളുടെ ഈ പറയുന്ന എക്സാമിന്റെ ഡെഡ് ലൈനിന് മുന്നേ തന്നെ വരുമെന്ന്. CATന്റെ രജിസ്ട്രേഷൻ ഡെഡ് ലൈൻ മിക്കവാറും എക്സ്റ്റെൻഡ് ആവും, പക്ഷെ ഒരു സീരിയസ് ആസ്പിറന്റ് ഒരിക്കലും ഡെഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരിക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾ തപാലിലാണെങ്കിൽ ഇതേ സെയിം സാധനം, ഇതേ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ അവർക്ക് കൊറിയർ ചെയ്ത് കൊടുത്തിട്ട് അവർ തിരിച്ച് നിങ്ങൾക്ക് ആ മാർക്ക് ഷീറ്റ് അയച്ചു തരേണ്ട ആ ഒരു എൻവലപ്പ് വിത്ത് സ്റ്റാമ്പും നിങ്ങൾ അതിന്റെ കൂടെ തന്നെ വെക്കണം. കാരണം അതിലായിരിക്കും അവർ ഇട്ടിട്ട് അയച്ചു തരിക. പക്ഷെ ഡോണ്ട് ടേക്ക് റിസ്ക്, നിങ്ങൾ നേരെ പോയിട്ട് എടുക്കുക. കാരണം എന്തായാലും നിങ്ങൾക്ക് ഈ പറയുന്ന ഫുൾ അഡ്മിഷൻ പ്രോസസ്സ് നിങ്ങളുടെ ഈ കാൽക്കുലേഷൻ, യൂട്യൂബിൽ കണ്ട വീഡിയോയിലെ കാൽക്കുലേഷൻ വെച്ചിട്ട് പറ്റില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വർഷം കുറെ സ്റ്റുഡൻസിന്റെ ഇതുപോലെ തന്നെ കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയ സമയത്ത്
അവരുടെ ഒറിജിനൽ പരീക്ഷാ ഭവനിൽ നിന്ന് കിട്ടുന്ന പെർസെന്റേജിനേക്കാളും കൂടുതലാണ് ഈ ഫോർമുല ഇടുമ്പോൾ പലപ്പോഴും കിട്ടുന്നത്. അപ്പം എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടുതലാകുമ്പോഴുള്ള പ്രശ്നം എന്താന്ന് ഇപ്പം സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ശരിക്കുമുള്ള പെർസെന്റേജ് 95% ആണ്, പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന 90%. പിന്നെ നമുക്ക് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ എന്തായാലും ഒന്നും കൂട്ടി കാണിച്ചിട്ടൊന്നുമില്ല, എനിക്ക് ചിലപ്പം ഈ അഡ്മിഷൻ കിട്ടാതിരിക്കാം, അങ്ങനത്തെ ഉള്ളൊരു കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം വരില്ല, നിങ്ങൾക്ക് പിന്നെയും പറഞ്ഞു വെക്കാം. പക്ഷെ കുറവാണെങ്കിൽ ഈവൻ ഒരു 0.5% ആണെങ്കിൽ പോലും അതിന് കൂടുതലാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർവ്യൂവിന് നിങ്ങൾ പോയിരിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു പ്രൊഫസർ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു, ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് കുറെ അധികം സ്ക്രൂട്ടിനി ചെയ്ത് നിങ്ങളുടെ കോൺഫിഡൻസ് പോയി, അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. അപ്പൊ ഇന്റർവ്യൂവിന് കയറുമ്പോൾ തന്നെ നിങ്ങളുടെ പകുതി ചാർജ് പോയിട്ടായിരിക്കും നിങ്ങൾ ഇന്റർവ്യൂവിന് കയറുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂടെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ബ്ലാക്ക് ഔട്ട് ഒക്കെ ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. എന്തിന് വെറുതെ ഇങ്ങനത്തെ ഒരു റിസ്ക് എടുക്കണം? സീരിയസ് ആസ്പിറന്റ് ആണെങ്കിൽ പോയി നിങ്ങൾ കറക്റ്റ് പെർസെന്റേജ് എടുത്ത് കറക്റ്റ് പെർസെന്റേജ് നിങ്ങൾ ഇൻപുട്ട് ചെയ്യുക. കാരണം എന്തായാലും കോളേജ് ആപ്ലിക്കേഷന്റെ സമയത്ത് ഇപ്പം ക്യാപ്പിന്റെ അല്ലെങ്കിൽ ക്യാപ്പിന്റെ ഒക്കെ ഇന്റർവ്യൂസിലാണെങ്കിൽ അവർ എന്തായാലും അവിടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആദ്യം ചെയ്യുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് കോളേജിന്റെ സമയത്താണെങ്കിലും പിന്നെ മൊത്തം ഒരു വള്ളി എന്ന് പറയാം, ആ ഒരു മൊത്തത്തിലൊരു വള്ളിയായിരിക്കും. കാരണം നിങ്ങൾ പിന്നെ ഏത് കോളേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാവരും ഇതേ ചോദ്യം ചോദിക്കും. പിന്നെ അവർ ചിലപ്പം നിങ്ങളുടെ അടുത്ത് കൂടുതൽ പ്രൂഫ്സ് ഫർണിഷ് ചെയ്യാൻ പറയും, എക്സ്പ്ലനേഷൻ ചോദിക്കാൻ വരും. എന്തിനാണ്? കറക്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇത്ര അധികം വെയിറ്റേജ് 10th 12th ഗ്രാജുവേഷനും ഒക്കെ ഉള്ള ഒരു പ്രോസസ്സിൽ നിങ്ങൾ ഈ പറഞ്ഞ ഉടായ്പ ഫോർമുല ഒന്നും വെക്കാതെ നിങ്ങൾ കറക്റ്റ് നിങ്ങളുടെ പെർസെന്റേജ് വാങ്ങിയിട്ട് ഇൻപുട്ട് ചെയ്യുക. സോ ഇതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികളോട് 10th 12th അഗ്രിഗേറ്റും 10th കറക്റ്റ് മാർക്ക്ഷീറ്റ് നിങ്ങളുടെ മാർക്ക്ഷീറ്റ് വാങ്ങി അതിനകത്തുള്ള കറക്റ്റ് പെർസെന്റേജ് തന്നെ നിങ്ങൾ ഇൻപുട്ട് ചെയ്യുന്നത് നിർബന്ധമാണെന്ന് തന്നെ ഞാൻ നമ്മളുടെ ഓപ്പൺ ഡാഡ് കാണുന്ന എല്ലാ വിദ്യാർത്ഥികളോടും ഞാൻ അപ്പീൽ ചെയ്യും. സോ താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.